നമ്മുടെ ജൈവ കൃഷിയിലെ വജ്രായുധമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി സോളാർ ട്രാപ്പാണ്. നമുക്ക് വെച്ചിട്ട് ഇന്ന് നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നാളെ കാണിച്ചു തരാം രാവിലെ. ഇന്നിപ്പോൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഇത് വർക്ക് ചെയ്യുക. രാവിലെ സൺലൈറ്റ് അടിച്ചിട്ട് ഇത് ചാർജ് ആവുകയും രാത്രി ഇത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും യെല്ലോ ഷെയ്ഡിൽ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇൻസെക്ട്സ് പെട്ടിട്ടുണ്ടെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. സിമ്പിളായിട്ട് നമ്മൾ പച്ചക്കറി തോട്ടം എവിടെയാണോ ആ തോട്ടത്തിൽ ഒരു കുറ്റി അടിച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഈ ഒരു ലൈറ്റ് ഇതിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ട്രേ കാണുന്ന പോലത്തെ ഈ ട്രേയിൽ നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മതി, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ യാതൊരുവിധ കീടനാശിനികളോ വിഷവസ്തുക്കളോ ഇതുവരെ തെളിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പരമാവധി എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ച് ജൈവമായ രീതിയിലാണ് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള മഞ്ഞക്കെണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ ഇതേപോലെ യെല്ലോ ട്രാപ്പിൽ കുറേശ്ശെ കീടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്ലൈ, വെള്ളീച്ച, അതേപോലെ ചെറിയ ഇലപ്പേനുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ സോളാർ ട്രാപ്പ് വെക്കാൻ പോണത് കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ പോയി നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് പോവാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഒരു 4 മണിക്കൂറായിട്ടുള്ളൂ കത്തിച്ച് ഓണാക്കിയിട്ട്. ഇതിപ്പോൾ നോക്കിയേ, നിറച്ച് ഇൻസെക്ട്സ് ആയിട്ട് ട്രാപ്പായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എലപ്പേനുകളും ഒരു തരം വണ്ട്, മറ്റേ വെള്ളീച്ച പോലത്തെ, അതുപോലെ ഒരുപാട് പേരറിയാത്ത കുറേ കീടങ്ങൾ നിറച്ച് വന്ന് കിടക്കുന്നുണ്ട് വെള്ളത്തിൽ കേട്ടോ. ഇത് നാളെ രാവിലെ നമ്മൾ ഊരുള്ളൂ. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ ഇന്നലെ വെച്ച ട്രാപ്പിൽ ഇത് ഇത്രയ്ക്കും ഇൻസെക്ട്സ് പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ടോപ്പൊന്ന് ഊരി വയ്ക്കാം. നമുക്ക് ഇത് കണ്ട, ഇത്രയ്ക്ക് ഒരൊറ്റ നൈറ്റിൽ പിടിച്ചിട്ടുള്ള ട്രാപ്പിൽ വന്നിട്ടുള്ള ഇൻസെക്ട്സ് ആണ് കേട്ടത്. എല്ലാവിധ ജന്തുജാലങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല കീടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ വെള്ളീച്ച എന്ന് പറയുന്ന സാധനം ഉണ്ട്, എലപ്പേനകളുണ്ട് നിറച്ച്, ഇതേ ഒരു തരം വണ്ട്. ഇതൊക്കെ നമ്മുടെ ചെടികളേനെ അല്ലെങ്കിൽ പച്ചക്കറികളേനെ നാശിപ്പിക്കണ അല്ലെങ്കിൽ കേടാക്കണ ഇൻസെക്ട്സ് ആണ് കേട്ടോ, കീടങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇത് വെക്കണം. നല്ല ഒരു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് കേട്ടോ അത് കണ്ടുവരുന്നത്.